എനിക്ക് നിന്നോട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡെഡ് ഓർ അലൈവ് ആയിട്ട് ഉള്ള ഏതെങ്കിലും ടോപ്പ് 3 ആൾക്കാർ നിനക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ 3 or 4 നീ ആരൊക്കെ ചൂസ് ചെയ്യാ? ഞാൻ ഒന്ന് അഡോൾഫ് ഹിറ്റ്ലർ. ഓ, ഹിറ്റ്ലറിനെ നീ ഇന്റർവ്യൂ ചെയ്യും? കാരണം എനിക്ക് ഇന്റർവ്യൂ അറിയുമ്പോ ഇന്റർവ്യൂ ആണല്ലോ അവരുടെ പവർ. അതായത് മൈ പോയിന്റ് ഈസ്, ഇപ്പൊ ഇന്റർവ്യൂല് നമ്മള് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേനും ഓരോ നമ്മളെ വെടിവെച്ച് കൊല്ലണ അങ്ങനെ ഒരു സംഭവം അല്ലല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്റർവ്യൂ അപ്പൊ അങ്ങനെ ആവുമ്പോ എനിക്ക് നീ അഡോൾഫ് ഹിറ്റ്ലറിന് ഒരു പ്ലാറ്റ്ഫോം കൊടുക്കല്ലേ? പ്ലാറ്റ്ഫോം കൊടുക്കണല്ലേ, നമ്മൾ ഉത്തരങ്ങൾ തേടല്ലേ, നീ അവരെ പ്രൊമോട്ട് ചെയ്യല്ലേ? അതെങ്ങനെ പ്രൊമോഷൻ ആവുക? അതൊരു രീതിയിലും പ്രൊമോഷൻ. നമ്മള് ഇങ്ങനെയാണ് ഇന്റർനെറ്റ് റിയാക്ട് ചെയ്യുന്നത്. നമ്മൾ ഉത്തരങ്ങൾ തേടാണ്. അതായത് അഡോൾഫ് ഹിറ്റ്ലറിനെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ എനിക്ക് അറിയണം ലൈക്ക് എന്തായിരുന്നു അവരുടെ ആ ഒരു മോട്ടീവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ഇതിലോട്ട് എത്തിയത്. കാരണം ഒരാളും ജനിക്കുമ്പോൾ തന്നെ ക്രൂര മനസ്സായിട്ടും ക്രൂരതായിട്ടും ഒന്നും ജനിക്കണില്ല. അയാളുടെ സാഹചര്യങ്ങളാണ് അയാളെ ക്രൂരനാക്കുന്നത്. അപ്പം എന്താണ് ഇത്രയും ആൾക്കാരെ കൊല്ലണം, ഇത്രയും ജ്യൂസിനെ കൊല്ലണം എന്നുള്ള ആ ഒരു ഇതിലോട്ടേക്ക് എത്തിയ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എവിടെയായിരുന്നു? അതൊക്കെ എനിക്ക് ചോദിച്ചറിയാൻ നല്ല താല്പര്യമുണ്ട്. പിന്നെ മുഹമ്മദ് പീസ് ബി അപ്പോൺ പ്രോഫറ്റ്, നല്ലൊരു ഇന്റർവ്യൂ. നമുക്ക് കുറേ കാര്യങ്ങൾ ചോദിക്കാം. കാരണം 1400 വർഷം മുന്നേ ഈ ഒരു റിലീജിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അതിൽ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പലതും ക്ലിയർ ആയിട്ട് നമുക്ക് ഡൗട്ട്സും ഇതൊക്കെ ക്ലിയർ ചെയ്യാം, പല കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയാം. പിന്നെ കുറെ സത്യാവസ്ഥകൾ നമുക്ക് ക്ലാരിഫിക്കേഷൻസ് ഉള്ള സംഭവങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ ഉള്ള ടോപ്പ് 3 എന്ന് പറയുന്നത് ഡെഡ് ഓർ അലൈവ്. അലൈവായിട്ട് എന്റെ 2 ആൾക്കാരും അറിയാം. അപ്പൊ എനിക്ക് ആലോചിക്കാമല്ലോ. എനിക്ക് ഡെഡ് ഓർ അലൈവില് എനിക്ക് ഡെഡ് ആയിട്ടുള്ള ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യാനാണ് കൂടുതൽ താല്പര്യം. കാരണം എന്താന്ന് വെച്ചാല് ഈ അലൈവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴത്തെ ഒരു ഡേ ആൻഡ് ഏജില് ഫേമസ് ആവട്ടെ, പ്രഗത്ഭരാവട്ടെ, അവരുടെ ഒക്കെ ഇന്റർവ്യൂസ് ലോകത്തുണ്ട്. അവർ ഇന്റർവ്യൂല് എങ്ങനെയാന്നൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ട്. ഡെഡില് എൻ്റെ നമ്പർ 1 സമീർ പറഞ്ഞ പോലെ പ്രോഫറ്റ് മുഹമ്മദ് ആണ്. കാരണം സമീർ പറഞ്ഞ പോലെ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ചോദിക്കാൻ. പിന്നെ ഈ ലോകമൊക്കെ സമീർ പറഞ്ഞ പോലെ റിലീജിയൻ കുറെ മാറിയിട്ടുണ്ടെന്ന് പറയുന്ന പോലെ ഈ ലോകം കുറെ അധികം മാറിയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് അപ്പൊ അതിനെ എങ്ങനെയാണ് കാണുന്നത്, അതിൽ ഇപ്പൊ റിലീജിയനിൽ വല്ല ചേഞ്ചും വരുമോ, അങ്ങനെയൊക്കെ പല ടോപ്പിക്സ്, പല ക്ലാരിഫിക്കേഷൻ, ആ ഒരു കാലത്താണെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അതൊന്ന്. പിന്നെ അലൈവില് എനിക്ക് ഒന്നെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ അല്ലെങ്കിൽ ഖബീബ് നുർമഗോമേദോവ്. ഇവർ ഖബീബ് എന്ന് പറഞ്ഞാല് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് മാർഷ്യൽ ആർട്ടിസ്റ്റ് ഓഫ് ഓൾ ടൈം ആണ്. അപ്പൊ ഇവരോട് എന്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക? കാരണം എന്താന്ന് വെച്ചാല് ഖബീബിന്റെ എനിക്കറിയില്ല, ഞാൻ അത്ര ഇന്റർവ്യൂസ് ഫോളോ ചെയ്തു. പക്ഷെ റൊണാൾഡോന്റെ ഒക്കെ ഒരു ചൈൽഡ്ഹുഡ് മുതല് എൻഡ് ചെയ്യുന്ന വരെയുള്ള സംഭവം അതാണ് ഞാൻ പറയുന്നത്, ജനങ്ങൾക്ക് അറിയാം. ഒരു 90%. പക്ഷെ എന്നാലും റൊണാൾഡോന്റെ പല പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫ് അല്ല, ലൈഫ് ഔട്ട്സൈഡ് ഓഫ് ഫുട്ബോളിനെ കുറിച്ച് റൊണാൾഡോ വളരെ കുറച്ചേ സംസാരിച്ചിട്ടുള്ള ഇന്റർവ്യൂവില്. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ആണ്. പക്ഷെ റൊണാൾഡോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് UFC ആണ് ഫുട്ബോൾ കാണാനായിട്ടും താല്പര്യമുള്ളത്, പിന്നെ ഫാമിലി മാൻ ആണെന്നുള്ളത് പല രീതിയിലും തെളിയിച്ചിട്ടുണ്ട്. കുറെയൊക്കെ ഒരു അതാ ഞാൻ പറഞ്ഞത്, അലൈവ് ആയിട്ടുള്ള ആൾക്കാരിൽ എനിക്ക് ഇവരൊക്കെ ഇന്റർവ്യൂ ചെയ്യാൻ താല്പര്യമുണ്ട്. ബട്ട് ഇവരെ കുറിച്ച് കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് ഓൾറെഡി അറിയാം. അതേപോലെ തന്നെ ഇലോൺ മസ്ക് വേറൊരു ഇതാണ്. പക്ഷെ ഇലോൺ മസ്കിന് ഇതേപോലെ തന്നെ ഇലോൺ മസ്ക് എന്ത് ട്വീറ്റ് ചെയ്താലും ഏത് ഇന്റർവ്യൂ ചെയ്താലും ഒക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി എനിക്കറിയാം. പിന്നുള്ള എനിക്ക് ഉള്ള ആളാണ് ഗെങ്കിസ് ഖാൻ. ഗെങ്കിസ് ഖാനെ കുറിച്ച് ആർക്കും അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഗെങ്കിസ് ഖാനെ കുറിച്ച് ഒരു ഹിസ്റ്ററി ലെസൺ ഞാൻ തരാം. ഗെങ്കിസ് ഖാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് ജനിക്കുന്നത് 1162 അതായത് ഇപ്പോഴത്തെ മംഗോളിയ 1162 1162 അതും ഇപ്പോഴത്തെ മംഗോളിയ. അത് BC ആണോ AD ആണോ? AD, ആഫ്റ്റർ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്. അതെ. അപ്പോ അതെ, ബിഫോർ ക്രിസ്ത്യൻ അല്ല, ബിഫോർ ക്രൈസ്റ്റ്. അപ്പോ 1162 AD ജനിക്കുന്നത്. അത് ഇപ്പത്തെ മോഡേൺ ഡേ മംഗോളിയ, സൈബീരിയ എന്നൊക്കെ അറിയപ്പെടുന്ന സ്ഥലത്താണ് ജനിച്ചത്. അന്ന് ജനിക്കുമ്പോൾ ഗെങ്കിസ് ഖാന്റെ പേര് ഗെങ്കിസ് ഖാൻ എന്നല്ല, ടെമോജൻ എന്നാണ് പേര്. ടെമോജൻ എന്നുള്ളത് കോമഡി പീസ് ആവില്ലേ? അപ്പൊ പക്ഷെ ഇപ്പൊ നീ ആലോചിച്ചോ, അന്ന്
മംഗോളിയ സൈബീരിയ എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാല് വേൾഡ് കിടുകിട വിറച്ചിരുന്ന ഏരിയയാണ്. കാരണം ഗംഗിസ് ഖാൻ കാരണം. ഇപ്പൊ മംഗോളിയ സൈബീരിയ ഒന്നും എവിടെയും കേൾക്കാറ് മാപ്പിൽ തന്നെ ആർക്കും അറിയുന്നില്ല. എന്നിട്ട് ഗംഗിസ് ഖാൻ 25 വർഷത്തില് റോമൻ എംപയർ 400 വർഷം കൊണ്ട് കോൺകർ ചെയ്തതിനേക്കാളും വെറും 25 വർഷം കൊണ്ട് ഗംഗിസ് ഖാൻ കോൺകർ ചെയ്തെടുത്തു. ആ ഒരു ഇമ്പാക്റ്റിനെ നീ ആലോചിച്ച് നോക്ക്. അതായത് ഗംഗിസ് ഖാന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞാല് ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ അത്ര വലുപ്പുണ്ടായിരുന്നു. നീ ഒന്ന് ആലോചിച്ച്, ആഫ്രിക്കൻ കോണ്ടിനെന്റ് അത്ര വലുപ്പുണ്ടായിരുന്നു. സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഇങ്ങനെയാണ് സൈസ് വരുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് അത്ര ഒരു എംപയർ. ഈ എംപയർ മൊത്തം ഭരിക്കുന്ന ഒരാള്, അയാളുടെ വിരൽത്തുമ്പിലാണ് ഈ സ്ഥലമൊക്കെ. അത്ര വലുപ്പമാണ്. അതായത് US, കാനഡ, മെക്സിക്കോ, കരീബിയൻ ഐലൻഡ്, പിന്നെ അതിന്റെ താഴെയുള്ള ഭാഗം അതൊക്കെ കമ്പൈൻ ചെയ്താല് കാനഡ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. US എത്ര 5th ആണ്. ഇതൊക്കെ കമ്പൈൻ ചെയ്താലുള്ള അത്ര സാമ്രാജ്യമാണ് ഗംഗിസ് ഖാൻ എന്ന് പറഞ്ഞ ഒറ്റൊരാള് ഭരിച്ചിരുന്നത്. പക്ഷെ ആലോചിച്ച് നോക്കില്ലേ, സംഭവം ഇയാള് ഈ എംപയറൊക്കെ പിടിച്ചടക്കിയത് എത്രയോ ആൾക്കാരെ കൊന്നിട്ടും എത്രയോ സ്ത്രീകളെ വിധവകളാക്കിയിട്ടും മക്കളെ അനാഥരാക്കിയിട്ടുമാണ് ഇതൊക്കെ കുറെ റേപ്പ് ചെയ്തിട്ടും പിന്നെ ഈ ഇവരുടെ രാജ്യത്തിന്റെ ഓരോ അമൂല്യ വസ്തുക്കളൊക്കെ അവര് സ്വന്തമാക്കിയിട്ടൊക്കെയാണ് ഇവര് ഇത് പിടിച്ചടക്കിയത്. പക്ഷെ നമ്മള് ഇപ്പോഴും മൂപ്പരെ കുറിച്ച് സംസാരിക്കുമ്പോ ഇങ്ങനെ ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ അല്ല, നമ്മള് അയാൾ നല്ല ആളാണ് എന്നുള്ള രീതിയിലല്ല നമ്മൾ പറയുന്നത്. ഞാൻ അയാളുടെ ഇമ്പാക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പം ഇവര് അലക്സാണ്ടർ ദി ഗ്രേറ്റ്, അതേപോലെ ജൂലിയസ് സീസർ, ഇവരൊക്കെ ഇതേപോലെ നല്ല ആൾക്കാരെന്നുള്ള രീതിയിലല്ല അറിയപ്പെട്ടത്. പക്ഷെ കോൺകറേഴ്സ്. അതെ. അപ്പൊ ടെമജൻ ജനിച്ചു വളർന്നപ്പോ ടെമജന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാനിലെ ഒരു ലീഡറൊക്കെ പോലെയായിരുന്നു. അങ്ങനെ ഇയാളെ പോയിസൺ കൊടുത്താരോ കൊന്നു. അതിനുശേഷം ഗംഗിസ് ഖാന്റെ ഫാമിലിനെ ഈ ട്രൈബ് അബാൻഡൻ ചെയ്തു. അങ്ങനെ ഗംഗിസ് ഖാൻ ഒരു ഹാഫ് ബ്രദർ ഉണ്ടായിരുന്നു. ഈ ഹാഫ് ബ്രദറിനെ ഗംഗിസ് ഖാൻ ചെറുപ്പത്തിലെ കൊന്നു. എന്തിനാന്ന് വെച്ചാല് ബാക്കി എല്ലാ ക്ലാനിലെ ആൾക്കാര് ബാക്കി എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കിട്ടാതെ സ്റ്റാർവ് ചെയ്തുകൊണ്ട് നിന്നപ്പോ ഇവന് ഭക്ഷണം ഇങ്ങനെ എടുത്തു വെക്കുമായിരുന്നു, ഹോൾഡ് ചെയ്യായിരുന്നു ഈ ഹാഫ് ബ്രദർ. അപ്പൊ ഇവന് ബ്രദറിനെ കൊന്നു. അതോടെ ഇവന്റെ റെപ്യൂട്ടേഷൻ പടരാൻ തുടങ്ങിയെന്ന്. അതാണ് ഉറവിടം സ്റ്റാർട്ടൊക്കെ പോലെ ഹാഫ് ബ്രദറിനെ. അതെ, ഇവന് ഹാഫ് ബ്രദറിനെ വരെ കൊല്ലാൻ, സ്വന്തം ബ്രദറിനെ വരെ കൊല്ലാൻ മടിയില്ലാത്തവൻ. അത് ഈ ചെറു പ്രായത്തിൽ. ഹാഫ് ബ്രദർ എന്ത് സ്പോയിൽ ബ്രാറ്റ് അല്ല, അത്രയും ആൾക്കാർ പട്ടിണിയിൽ അടക്കുമ്പോ ഫുഡ് സേവ് ചെയ്യാ, ചെറുതായിട്ട് ഡിസേർവ്ഡാ പിന്നീടുള്ള ആവശ്യത്തിന്. അപ്പൊ എന്താ ഗംഗിസ് ഖാൻ എന്നിട്ട് പിന്നെ ഇങ്ങനെ വളർന്നു, കോൺകർ ചെയ്തു, വേറെ രാജ്യങ്ങളൊക്കെ ആയിട്ട് ട്രൈബ്സ് ആയിട്ട് അലയൻസ് ഉണ്ടാക്കി, അങ്ങനെ കോൺകർ ചെയ്ത് കുറച്ചൊരു അത്യാവശ്യം വലിയ കോൺകറായി. ഗംഗിസ് ഖാന് ജമൂക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ലിറ്ററൽ ബ്രദർ ഉണ്ടായിരുന്നു. ഇവന് ഗംഗിസ് ഖാന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെ ഇവര് തമ്മില് ഇവര് വലുതായപ്പം അങ്ങ് സ്പ്ലിറ്റ് ആയി. ഇവരെ ട്രൈബ്സ് ഡിവൈഡ് ആയി. കാരണം എന്താന്ന് വെച്ചാല് ജമൂക്ക വിചാരിച്ചിരുന്നത് നോബിൾ ബർത്ത്, അതായത് വലിയ ജാതി മേൽജാതിക്കാർക്ക് മാത്രമേ റെസ്പെക്ട് ഡിസേർവ് ചെയ്യുന്നുള്ളൂ എന്നായിരുന്നു. ഗംഗിസ് ഖാന് നേരെ തിരിച്ചുള്ള വിശ്വാസമായിരുന്നു. ഗംഗിസ് ഖാൻ വിശ്വസിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ജാതിയിലും അയാൾ നോബിളായിട്ടാണോ ജനിച്ചത്, വലിയ കുടുംബത്തിലാണോ ജനിച്ചത് എന്നുള്ളതിലൊന്നുമല്ല കാര്യം. ഇവരെ കഴിവ്, മെറിറ്റോക്രസി, അതിലാണ് ഇതാക്കിയത്. ഇവരെ റിലീജിയൻ, ഇവരെ ബാക്ക്ഗ്രൗണ്ട്, ഇതൊന്നും കാസ്റ്റ്, എത്നിസിറ്റി, ഇതൊന്നും ഗംഗിസ് ഖാനെ മാറ്റർ ചെയ്തില്ലായിരുന്നു. ഇവർക്ക് കഴിവുണ്ടോ ഗംഗിസ് ഖാൻ ഇവരെ ആർമിയിലേക്കും ഇതിലൊക്കെ എടുക്കുമായിരുന്നു. അങ്ങനെ ഇവര് ഇതുണ്ടായി, സ്പ്ലിറ്റായി. അത് കാരണം അങ്ങനെ ഇവർ സ്പ്ലിറ്റായിട്ട് 2 വർഷത്തിന് ശേഷം ജമൂക്കന്റെ ആർമി ഗംഗിസ് ഖാന്റെ ആർമീനെ അറ്റാക്ക് ചെയ്തു എന്ന് മാത്രമല്ല, എന്നിട്ട് ഇവര് ജയിച്ചു. ഗംഗിസ് ഖാന്റെ ആർമീനെ ഡിഫീറ്റ് ചെയ്തു. എന്നിട്ട് ഗംഗിസ് ഖാന്റെ ആർമിയിലെ ജനറൽസിനൊക്കെ തടവിലാക്കിയിട്ട് ഇവരെ കൊന്നു. അത് കൊന്നു തന്നെ ബ്രൂട്ടൽ ഡെത്ത്. എങ്ങനെയാന്ന് വെച്ചാല് ഇവരെ തളച്ച വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കൊന്നു. ഒന്ന് ആലോചിച്ച അങ്ങനത്തെ ഒരു ഡെത്ത്, ജനറൽസിനെ അങ്ങനെ കൊന്നത്. അങ്ങനെ ഗംഗിസ് ഖാൻ അത് കേട്ട് ഗംഗിസ് ഖാൻ സഹിച്ചില്ല. ഗംഗിസ് ഖാൻ തിരിച്ച് യുദ്ധം ചെയ്യാൻ പോയി. അങ്ങനെ ഇവനെ ഡിഫീറ്റ് ചെയ്തു. ഇവനെ ഡിഫീറ്റ് ചെയ്തിട്ട് ഇവനൊരു ഓണറബിൾ ഡെത്ത്
എന്താ ഗംഗീസ് ഖാൻ കൊടുത്തിട്ട് ഇവരെ 2 ക്ലാൻസ് ഒന്നിച്ചു. അപ്പോഴാണ് ടെമജന് ഗംഗീസ് ഖാൻ എന്നുള്ള പേര് വന്നത്. അതായത് കിങ്, യൂണിവേഴ്സൽ കിങ് എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണ് ഇവൻ ഗംഗീസ് ഖാൻ ആയത്. ഇത് വളരെ ഷോർട്ടാക്കി പറയാണ്. അങ്ങനെ ഗംഗീസ് ഖാൻ എന്നിട്ട് പിന്നെ വൻ ക്രൂവലായിരുന്നു. വൻ ക്രൂവലായിരുന്നു. ചൈനീസിന്റെ എംപയർ കോൺകർ ചെയ്യാൻ വേണ്ടി ഗംഗീസ് ഖാൻ പോയപ്പോ ഇവര് നൈസായിട്ട് ചൈനീസ് ഫുള്ള് പ്ലാൻ ചെയ്തിട്ട് വലിയ മതിലുകളൊക്കെ കെട്ടി ഫുള്ള് സെറ്റ് ആക്കിയിരുന്നു. അപ്പൊ ആ ഒരു ഇത് മറികടക്കാൻ ഗംഗീസ് ഖാന്റെ ആർമിക്ക് കഴിയില്ല. അപ്പൊ ഗംഗീസ് ഖാൻ എന്താക്കിയ ഇവര് ഈ മതിലൊക്കെ കെട്ടി അതിന്റെ ഉള്ളിലാണ് ഇവര് നിൽക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, മതിലിന്റെ അകത്തേക്കും പുറത്തേക്കും ഇനി ഒരാളും പോകൂല, ഒരു സാധനം പോകൂല. അവിടെ ഇവര് വട്ടത്തിൽ അങ്ങ് വളഞ്ഞ് ഗംഗീസ് ഖാന്റെ ആർമി അങ്ങ് നിന്നു. ആരെങ്കിലുമൊക്കെ ഫുഡോ ഇതൊക്കെ ആയി വരികയാണെങ്കിൽ അവരങ്ങനെ അങ്ങ് കൊന്നു. അങ്ങനെ ചൈനീസ് എംപയറിന്റെ ഉള്ളില് എല്ലാവരും സ്റ്റാർവേഷൻ കൊണ്ട് മരിച്ചു. അങ്ങനെ സ്റ്റാർവേഷൻ കൊണ്ട് ഇവരങ്ങ് കൊന്നു. എന്നിട്ട് പിന്നെ കുറച്ച് ബാക്കിയുള്ള ആൾക്കാരൊക്കെ കീഴടക്കാൻ വേണ്ടി ഗംഗീസ് ഖാന്റെ ആർമി ഉള്ളിലേക്ക് അങ്ങ് കയറിയപ്പോൾ കാര്യമായിട്ട് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ ഗംഗീസ് ഖാൻ ആ ഒരു എംപയറും കൂടി അങ്ങ് പിടിച്ചടക്കി. പക്ഷെ വളരെ യങ് ആയിട്ടാണ് ഗംഗീസ് ഖാൻ മരിച്ചത്. ഈ മരിച്ച സമയത്ത് ഗംഗീസ് ഖാൻ പറഞ്ഞ വാക്കുകളാണോ മരിച്ചതാണോ ലിറ്ററലി മരിച്ചു പോയതാ. മരിച്ച സമയത്ത് ഗംഗീസ് ഖാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഞാൻ നിങ്ങൾക്കൊരു വലിയ സാമ്രാജ്യം കീഴടക്കിയിരിക്കുന്നു, പക്ഷെ എൻ്റെ ജീവിതം ഈ ലോകം മൊത്തം എടുക്കാൻ വളരെ ചെറുതായിരുന്നു, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്തല്ലേ, അതായത് ഒരു ലൈഫ് ടൈം മൊത്തം കൊണ്ട് ഈ ലോകം എനിക്ക് കീഴടക്കാൻ പറ്റൂലെങ്കിൽ ഞാൻ അതും ചെയ്യുമായിരുന്നു. അപ്പൊ ബാക്കിയുള്ള ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്നിട്ട് ഗംഗീസ് ഖാന്റെ ബറിയൽ വളരെ സീക്രറ്റീവായിട്ടാണ്, എവിടെയാണ് ബറി ചെയ്തതെന്ന് ഇപ്പോഴും ആർക്കും അറിയാം. അത് ബറി ചെയ്ത ആൾക്കാരൊക്കെ അവര് കൊന്നത്ര. ഈ ഗംഗീസ് ഖാന് ശേഷം വന്ന ആൾക്കാര് ഈ മുഗൾ എംപയർ ഒക്കെ ഗംഗീസ് ഖാന്റെ ഡിസെൻഡൻസാ. അപ്പൊ അവര് എന്നിട്ട് കൊന്നു, അതായത് ആരും അറിയാതെക്കാന്. എന്നിട്ട് ഗംഗീസ് ഖാൻ ഇങ്ങനെ കോങ്കർ ചെയ്യുന്ന സ്ഥലത്ത് പല പല ഭാര്യമാർ, കുറെ മക്കൾ, ഇങ്ങനെയൊക്കെ പലതും ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും ടു ദിസ് ഡേ 200 ആൾക്കാരെടുത്താല് അതിലൊരാള് ഗംഗീസ് ഖാന്റെ ഡയറക്റ്റ് ലിനിയേജ് എന്നാണല്ലോ വരുന്നത്. അത്രത്തോളം വലിയ കഴിവ് തെളിയിക്കണവരാണ് മെയിൻ എന്നാണ് ഗംഗീസ് ഖാൻ. 200 ആൾക്കാരിൽ ഒരാള് ഇപ്പോഴും ടു ദിസ് ഡേ ഗംഗീസ് ഖാന്റെ ഡയറക്റ്റ് ഡിസെൻഡന്റ് ആണ് അത്ര. അത്രത്തോളം ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരാള്. പക്ഷെ അതെ, ഗംഗീസ് ഖാൻ പക്ഷെ മെയിൻ ആയിട്ട് മെറിറ്റോക്രസിക്ക് ഭയങ്കര അധികം വാല്യൂ കൊടുത്തിരുന്നു. ആൾക്കാർക്ക് റിലീജിയസ് ഫ്രീഡം ഒക്കെ മൂപ്പര് കൊടുത്തിരുന്നു. പിന്നെ എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കും മൂപ്പര് ലാൻഡ് ഒക്കെ കൊടുത്തിട്ട് എല്ലാവർക്കും യൂണിഫോം പണിഷ്മെന്റ്, എല്ലാ റീജിയണിലെ ആൾക്കാർക്കും യൂണിഫോം പണിഷ്മെന്റ് കൊടുത്തിരുന്നു. എല്ലാവർക്കും ഒരേ നിയമമായിരുന്നു. പിന്നെ നമ്മളെ സിൽക്ക് റോഡ്, നമ്മൾ സ്കൂളൊക്കെ പഠിച്ചിരുന്നല്ലോ, ട്രേഡിന്റെ സിൽക്ക് റോഡ്. സിൽക്ക് റോഡ് എന്നായിട്ട് റോഡ് ഉണ്ടായിരുന്നു. അത് ഈ ട്രേഡിങ്ങിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോഡായിരുന്നു. അതൊക്കെ ഡിസ്ട്രോയ് ആയി പോയതൊക്കെ മൂപ്പരാണ് റീഎസ്റ്റാബ്ലിഷ് ചെയ്തത് കച്ചവടത്തിന് വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ പലതും ചെയ്ത്. അപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമ്മള് അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ സാമ്രാജ്യത്തിനേക്കാളും 2 ഇരട്ടി വലുപ്പുണ്ടായിരുന്നു ഗംഗീസ് ഖാന്റെ. സ്കൂളിൽ നമുക്ക് ഗംഗീസ് ഖാനെ കുറിച്ച് പഠിപ്പിക്കാൻ ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ അത് വെസ്റ്റേൺ പ്രൊപ്പഗാൻഡയാണ്. കാരണം അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറഞ്ഞാല് വെസ്റ്റ് എന്നാണ്. അപ്പൊ അവരുടെ കോൺകറിനെ അങ്ങ് പ്രൊമോട്ട് ചെയ്തിട്ട്, ജൂലിയസ് സീസർ ആണെങ്കിലും റോമൻ എംപയറും കാര്യങ്ങളൊക്കെ ആയിട്ട്, റോമൻ എംപയറിനേക്കാളും 4 ഇരട്ടി വലുപ്പുണ്ടായിരുന്നു ഗംഗീസ് ഖാന്റെ സാമ്രാജ്യം. ഈ മുഗൾ എംപയറിനെ കുറിച്ചും അതേപോലെ നമ്മുടെ ഛത്രപതി ശിവാജി ഇങ്ങനത്തെ കിങ്സിനെ കുറിച്ചൊക്കെ ആണെങ്കിലും നമ്മൾ പഠിക്കാൻ കാരണം നമ്മൾ ഇന്ത്യൻ സിലബസ് ആയ, അല്ലെങ്കിൽ ഇവരെ കുറിച്ചും നമ്മൾ എവിടെയും കേൾക്കൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരാളെ ഇന്റർവ്യൂ ചെയ്തിട്ട് വാട്ട് ഡ്രോവ് ഹിം, എന്താണ് ഇയാൾ ഇത്രത്തോളം ഇങ്ങനെ, വൈ വർ യു സോ ക്രേസി ടു കോൺകർ ദി വേൾഡ്? അതെ, അങ്ങനെ ചോദിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഇവരൊക്കെയാണ് എനിക്ക് ഡ്രീം ഇന്റർവ്യൂസ്.